കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് ഇങ്ങനെ ഒരു അറ്റത്ത് നിന്ന് ഇങ്ങനെ വിളിച്ചു തുടങ്ങും. അങ്ങനെ വിളിച്ചു തുടങ്ങി ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പേര് പറയുമ്പോൾ അതിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗത്തിന്റെ പേരും പറയും. അപ്പൊ ഈ അംഗം സഭയിൽ എഴുന്നേറ്റിട്ട് അവിടെ നേരെ ചെന്ന് പിന്നെ സഭാ നേതാവിന്റെ മുമ്പിൽ കൈകൂപ്പി ഒന്ന് വണങ്ങി, കക്ഷി നേതാക്കന്മാരെയൊക്കെ ഒന്ന് വണങ്ങി, സ്പീക്കറുടെ ചെയറിന്റെ താഴെ സെക്രട്ടറി ഇരിക്കുന്നുണ്ടാവും, സെക്രട്ടറിയുടെ ചെയറിന്റെ മുമ്പിൽ സത്യപ്രതിജ്ഞയ്ക്ക് ഒരു പീഠം ഒരുക്കിയിട്ടുണ്ടാവും. ആ പീഠത്തിന്റെ മുമ്പിൽ പോയി ഞാൻ എന്ന് പറഞ്ഞിട്ടൊരു പേര് വായിക്കും. അപ്പോ ഇവിടെ കുന്നത്തൂരിന്റെ പേര് സ്പീക്കറിന്റെ ചെയറിന്റെ താഴ്ന്ന സെക്രട്ടറി വായിക്കുമ്പോ വായിക്കേണ്ട പേര് ഉല്ലാസിന്റേതായിരിക്കണം എന്നുള്ളത് അതാണ് എന്റെ രണ്ടാമത്തെ കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിന് നിങ്ങൾ പരിഹാരം ഉണ്ടാക്കി തരുമോ? ഉറപ്പാണോ? വാക്കാണോ? വിശ്വസിക്കാമോ? ഞാനൊരു കാര്യം പറയാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചില ചാനലുകൾ എന്തെല്ലാം പ്രചരിപ്പിച്ചാലും ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോ, അടുത്ത ഗവൺമെന്റ് ഐക്യ ജനാധിപത്യ മുന്നണിയുടേതാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അതിനൊപ്പം കുന്നത്തൂരിൽ നിൽക്കാൻ തീരുമാനിച്ചാൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. കുന്നത്തൂരിന്റെ വികസന ചരിത്രത്തിൽ എല്ലാം മുരടിപ്പും മാറി, ജനങ്ങൾ ഇഷ്ടപ്പെടില്ല. ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും എല്ലാം അതീതമായി ഇങ്ങനെ ചേർത്ത് പിടിക്കാവുന്ന ഒരു MLA കുന്നത്തൂരിന് കിട്ടാൻ പോവുകയാണ് എന്നുള്ളതാണ് അതിന്റെ കാര്യം. ആ അവസരം നിങ്ങൾ കളയരുത്. ഈ ആവേശം പോലെ ഇനി ഒരു സെക്കൻഡ് ഇനി കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഇവിടുന്ന് വേറൊരു കാര്യം, ഇവിടുന്ന് ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാലും ആരും വീട്ടിൽ പോയി വിളിക്കാനൊന്നും പറയില്ല, വേറെ കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഉല്ലാസും അതുപോലെ തന്നെ ഇവിടെ എതിർ സ്ഥാനാർത്ഥിയും തമ്മിൽ നടക്കുന്ന